ഞങ്ങൾ കുമളിക്കാർക്ക് ഒരു സ്വകാര്യ അഹങ്കാരമുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇങ്ങ് കേരളത്തിൽ നിന്ന് അങ്ങ് തമിഴ്നാട് എത്താനായിട്ട് പറ്റും. രണ്ട് കൾച്ചറിലുള്ള ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമായതുകൊണ്ട് തന്നെ എപ്പോൾ നമുക്ക് തോന്നിയാലും തമിഴ്നാടും പോകാം, അവിടെയുള്ളവർക്ക് നമ്മുടെ കേരളത്തിലും വരാം. ഇന്നിപ്പോൾ കുമളിയിൽ ഒരു മഴ മൂടിയ കാലാവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കമ്പത്തോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഇതേ ഇപ്പോൾ ലോവർ ക്യാമ്പിൽ എത്തിയപ്പോൾ തന്നെ കാലാവസ്ഥയുടെ ഗതി അങ്ങ് മാറി. നല്ല ചൂടും നല്ല തെളിഞ്ഞ കാലാവസ്ഥയും. പിന്നെ ഇവിടുത്തെ റോഡിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. സ്കൂട്ടിയിലും കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും കാണാൻ. നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം കയറിയത് ഈ ഉപ്പിലിട്ട സാധനങ്ങൾ കിട്ടുന്ന കടയിലാണ്. അവിടെ കയറി 2 പൈനാപ്പിൾ ഉപ്പിലിട്ടത് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് ചെന്നപ്പം 50 രൂപയ്ക്ക് 1 കിലോ മുന്തിരി കിട്ടുന്ന ഒരു സ്ഥലം കണ്ടേ. ആ ഫാക്ടറി കയറി 1 കിലോ മുന്തിരി വാങ്ങി കയ്യിൽ വെച്ചു. ഇനിയാണ് ഞങ്ങളുടെ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നത്. ഹോട്ടൽ ശ്രീകുമാർ. അവിടെ കയറി 2 വടയും അതിൻ്റെ കൂടെ സാമ്പാറും കൂടെ തരുവേ. നല്ല ടേസ്റ്റാണ്. പിന്നെ അവിടുത്തെ ഷവായി ചിക്കനും ട്രൈ ചെയ്തു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു വേഫർ ഷോപ്പ് കണ്ടു. അവിടുന്ന് ഒരു ഓറിയോ ചോക്ലേറ്റ് ട്രൈ ചെയ്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പോയത് മുന്തിരിത്തോട്ടത്തിലോട്ടാണ്. ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും കമ്പത്ത് വരുമ്പോൾ മുന്തിരിത്തോട്ടം കാണുന്നത് ഒരു ആചാരമായതുകൊണ്ട് വന്നു. കണ്ട മുന്തിരികൾ തന്നെയും പിന്നെയും കണ്ടു. അവിടെ അഡ്വഞ്ചർ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഒന്നും കയറാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. ഇനിയിപ്പോൾ നേരെ കുമളിയിലോട്ട്. ചുരം കയറി തുടങ്ങിയപ്പോൾ വലിയ ഇരുട്ടൊന്നും ഇല്ലായിരുന്നെങ്കിലും പോകെ പോകെ കുമളിയിലെത്താറായപ്പോൾ നല്ല ഇരുട്ടി തുടങ്ങിയായിരുന്നു കേട്ടോ. വണ്ടികളുടെ തിരക്കൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ യാത്ര നല്ല സുഖമായിരുന്നേ. എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ ഈ കുമളി കാണുമ്പോൾ ഉള്ള സന്തോഷം അത് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു ടൈമിൽ തമിഴ്നാടൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ കുമളിയിലേക്ക് വായോ, എന്നിട്ട് കമ്പത്ത് പോയാൽ മതി കേട്ടോ. നല്ല നല്ല കാഴ്ചകൾ കണ്ട് തിരിച്ചു വരാം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ബായ്.